ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എയ്സിൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ബയോളജിയിൽ കേരള PSC ചോദിച്ചു വരുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള SCRT NCERT പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള യൂട്യൂബ് സെഷൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിന്ന്. നമ്മുടെ ബയോളജി മാസ്റ്ററി സീരീസിൻ്റെ ആദ്യത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ജീവന്റെ വൃക്ഷം എന്ന പാഠമാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുക വർഗീകരണം അല്ലെങ്കിൽ ടാക്സോണമി എന്ന മേഖലയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ PSC പരീക്ഷകൾക്ക് ചോദ്യം വരാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ജീവലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റും നമുക്ക് ഈ പാഠഭാഗം കുറച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ക്ലാസ് കാണുക. കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ചാപ്റ്റർ 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 16ാമത്തെ പാഠം ജീവന്റെ വൃക്ഷം. അപ്പോൾ എന്താണ് വർഗീകരണം? ജീവജാലങ്ങളെ സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണം അല്ലെങ്കിൽ ടാക്സോണമി. ജീവജാലങ്ങളെ സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണം. അപ്പോൾ ജീവജാലങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണ്. ജീവജാലങ്ങളെ ആദ്യമായി വർഗീകരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടില് ജീവജാലങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തം ഇല്ലാത്തവ എന്നിങ്ങനെ. അപ്പോൾ ജീവജാലങ്ങളെ ആദ്യമായി ചുവന്ന രക്തം ഉള്ളവ ഇല്ലാത്തവ എന്ന് തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. ജീവജാലങ്ങളെ ആദ്യമായി ചുവന്ന രക്തമുള്ളവ ഇല്ലാത്തവ എന്ന് തരംതിരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവ്, അപ്പോൾ ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ്, അതേപോലെ തന്നെ ഫാദർ ഓഫ് സുവോളജി അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്, ഈ രണ്ടു പേരിൽ അറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിലാണ്. അതേപോലെ തന്നെ നമ്മുടെ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്സ്, രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയുടെ പിതാവും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിലാണ്. 3 കാര്യങ്ങൾ ആലോചിക്കുക: ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് പൊളിറ്റിക്സ്, 3ഉം അരിസ്റ്റോട്ടിൽ. ഇനി അടുത്ത് സസ്യങ്ങളെ ആദ്യമായി വർഗീകരിച്ച വ്യക്തിയാണ് തിയോഫ്രാസ്റ്റസ്. അപ്പൊ സസ്യങ്ങളെ ആദ്യമായി വർഗീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ വർഗീകരിക്കുന്നത് മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ഓക്കെ, തിയോഫ്രാസ്റ്റസ് വർഗീകരിക്കുന്നത് മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ സസ്യങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. അതുപോലെ തന്നെ തിയോഫ്രാസ്റ്റസിന്റെ വർഗീകരണത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. പുള്ളി ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ കൂടെ വർഗീകരിക്കുന്നുണ്ട്. ഏകവർഷി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 1 തവണ കായ്ക്കുന്നവ, പൂക്കുന്നവ. ദ്വിവർഷി എന്ന് പറയുമ്പോൾ വർഷത്തിൽ 2 തവണ. ബഹുവർഷി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ എല്ലായ്പ്പോഴും. അപ്പോൾ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യങ്ങളെ ആദ്യമായി വർഗീകരിക്കുന്നത് മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ. അപ്പോൾ തിയോഫ്രാസ്റ്റസിനെ നമുക്ക് ഫാദർ ഓഫ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കാം. ഫാദർ ഓഫ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. അപ്പൊ നമ്മൾ വർഗീകരണത്തിന്റെ നാൾ വഴികൾ അല്ലെങ്കിൽ ചരിത്രമാണ് നമ്മൾ നോക്കുക. ആദ്യമായി വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലെ, രണ്ടാമത് സസ്യങ്ങളെ വർഗീകരിക്കുന്നത് തിയോഫ്രാസ്റ്റസ്. അടുത്ത 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ എന്ന ആളാണ്, അല്ലെങ്കിൽ ജോൺ റേ എന്ന സസ്യശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചു. അപ്പൊ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചത് 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ. അപ്പൊ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുന്നത് 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ. അതുപോലെ തന്നെ വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലമാണ് സ്പീഷ്യസ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലമാണ് സ്പീഷ്യസ്. സ്പീഷ്യസ് എന്ന പദം സംഭാവന ചെയ്തത് ജോൺ റേ. വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലമാണ് സ്പീഷ്യസ് എന്ന പദം സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായി ഉപയോഗിക്കുന്നതും ആരാണ്? ജോൺ റേ ആണ്. എടാ, ഈ ജോൺ റേ ഉണ്ടല്ലോ, ഒരു 18,000-ഓളം പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് ജോൺ റേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം. അപ്പോൾ 18,000-ഓളം സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ജോൺ റേ എഴുതിയ പുസ്തകം ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം. വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലമാണ് സ്പീഷ്യസ് എന്ന പദം സംഭാവന ചെയ്തത് ജോൺ റേ. ഇനി അടുത്തയാള് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹെക്കൽ. ഈ ഏണസ്റ്റ് ഹെക്കലാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നയാള്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹക്കലാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 3 കിങ്ഡം എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ പ്ലാന്റ്, അനിമേലിയ, പ്രോട്ടിസ്റ്റ എന്നിങ്ങനെ 3 കിങ്ഡം വർഗീകരണം ആദ്യമായി കൊണ്ടുവരുന്നത് ഏണസ്റ്റ് ഹക്കൽ ജീവിച്ചിരുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഏണസ്റ്റ് ഹക്കൽ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ്. പുള്ളിയാണ് ആ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ സൂക്ഷ്മജീവികളെ ആദ്യമായി സെപ്പറേറ്റ് ആയിട്ട് വർഗീകരിച്ച വ്യക്തി. അപ്പൊ സൂക്ഷ്മജീവികളെ ആദ്യമായി വർഗീകരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാ? അത് ഏണസ്റ്റ് ഹക്കൽ. അടുത്ത
അടുത്തയാളാണ് നമ്മുടെ കോൾ ലിനേയസ്. എടാ ഇതിന്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാവേ. ഇതിനിടയിൽ വരുന്ന ഒരാളാണ് ഭാരതീയനായിട്ടുള്ള ഒരു വ്യക്തി ചരകൻ. ഈ ചരകൻ എന്ന് പറയുന്നയാള് ചരക സംഹിത എന്ന പുസ്തകം എഴുതി 200ഓളം ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന പുസ്തകം എഴുതിയ ആളാണ് ചരകൻ. 200ഓളം ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന പുസ്തകം എഴുതിയത് ചരകൻ. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ് കേട്ടോ. 200ഓളം ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന പുസ്തകം എഴുതിയത് ചരകനാണ്. ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ. ഓർമ്മിച്ചിരിക്കുക. ഇനി അടുത്തയാള് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോൾ ലിനേയസ്. 18ാം നൂറ്റാണ്ട്. കോൾ ലിനേയസ് എന്തുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാവുന്നു എന്ന് ചോദിച്ചാൽ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പോൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കോൾ ലിനേയസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ടാക്സോണമി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം കോൾ ലിനേയസ്. അപ്പൊ എന്തുകൊണ്ട് ലിനേയസിനെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നു എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. എടോ ലിനേയസ് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം ഇയാള് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ 2 കിങ്ഡങ്ങളായി തിരിക്കുന്നു. കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം അനിമേലിയ എന്നും 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോൾ ലിനേയസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വർഗീകരണത്തിന്റെ തലം അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹയറാർക്കി. വർഗീകരണ തലം അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹയറാർക്കി രൂപപ്പെടുത്തി. അപ്പൊ വർഗീകരണത്തിന് ഒരു ശാസ്ത്രീയമായ അടിത്തറ, അതായത് നമ്മൾ ഇങ്ങനെയാണ് വർഗീകരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ശാസ്ത്രീയമായ അടിത്തറ മുന്നോട്ട് വെക്കുന്നയാളും ഈ പറഞ്ഞ കോൾ ലിനേയസ് ആണ്. അതുകൊണ്ട് കോൾ ലിനേയസിനെ നമ്മൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടും കണക്കാക്കുന്നു. അപ്പോൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടും കോൾ ലിനേയസിനെ നമ്മൾ കണക്കാക്കാൻ കാരണം ഇയാൾ ചെയ്ത രണ്ടാമത്തെ കാര്യം. ഇനി ഇയാൾ മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്തു. അതാണ് ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന പദ്ധതി. ഇപ്പൊ ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിക്കുന്നത് നമ്മുടെ കോൾ ലിനേയസ് ആണ്. 3 കാര്യങ്ങൾ: 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടാക്സോണമിക്കൽ ഹയറാർക്കി, വർഗീകരണത്തിന്റെ തലം. ഇത് 3ഉം ചെയ്തയാൾ കോൾ ലിനേയസ് ആണ്. സോ ഹി ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് ടാക്സോണമി. ഓക്കെ, എന്താണ് വർഗീകരണ ടാക്സോണമി നോക്കാം. ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ടാക്സോണമി. ജൈവവൈവിധ്യം, വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധവും മറ്റും മനസ്സിലാക്കാൻ നമുക്ക് ഈ ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയ നാമം നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണം. ഓക്കെ, ലിനേയസിന്റെ വർഗീകരണത്തിൽ പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കിങ്ഡം അനിമേലിയ. അപ്പൊ കിങ്ഡം അനിമേലിയയിൽ ആരൊക്കെയാ ഉൾപ്പെടുന്നത്? പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും. അപ്പൊ ഏകകോശ ജീവികളെ ആര് വർഗീകരിച്ചിട്ടില്ല? ലിനേയസ് വർഗീകരിച്ചിട്ടില്ല. അയാൾ സൂക്ഷ്മജീവികളെ കൂടെ അനിമേലിയയിൽ ഉൾപ്പെടുത്തുക ചെയ്തത്. ഓക്കെ, അപ്പോൾ പരപോഷികളായ, അതായത് സസ്യബുക്കുകൾ നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണ ശേഷി ഇല്ലാത്ത പരപോഷികളായ, മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ആഹാരം സ്വീകരിക്കുന്ന ഈ ജീവജാലങ്ങൾ ഉൾപ്പെടുന്നതെല്ലാം അനിമേലിയ. എന്നാൽ നമ്മുടെ ഈ കിങ്ഡം അനിമേലിയയുടെ തൊട്ട് താഴെയുള്ള വർഗീകരണ തലമാണ് കിങ്ഡം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഫൈലം. അതങ്ങനെ ആ ഒരു ഓർഡറിൽ പോവും. ഞാൻ അടുത്ത സ്ലൈഡിൽ അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വർഗീകരണത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലമാണ് സ്പീഷീസ്. അപ്പൊ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം അല്ലെങ്കിൽ വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലം, ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം അല്ലെങ്കിൽ വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തലമാണ് സ്പീഷ്യസ്. സ്പീഷ്യസ് എന്ന പദം സംഭാവന ചെയ്തത് ജോൺ റേ ആണ്. നമ്മളത് ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിക്കാം, നോക്കി, ഇതാണ് വർഗീകരണ തലം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇപ്പൊ വർഗീകരണ തലം ഏതൊക്കെയാ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇതാണ് വർഗീകരണത്തിന്റെ തലം അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹയറാർക്കി. അപ്പൊ ഈ വർഗീകരണ തലം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് നമ്മുടെ കോൾ ലിനേയസ്. ഒരു കിങ്ഡത്തിൽ കോമൺ ആയിട്ടുള്ള എല്ലാ ജീവജാലവും വരും. ഫൈലത്തിനകത്ത് വീണ്ടും ഡിവിഷൻസ് വരും. ഇവർ കുറഞ്ഞു വരും. എടാ സസ്യങ്ങളിലാണെങ്കിൽ ഫൈലത്തിന് പകരം ഡിവിഷൻ എന്ന വാക്കാ പറയാ. സസ്യങ്ങളിൽ ഫൈലത്തിന് പകരം ഏത് വാക്കാ പറയുന്നത്? ഡിവിഷൻ. സസ്യങ്ങളിൽ ഫൈലത്തിന് പകരം നമ്മൾ ഡിവിഷനാ പറയാ. ഓക്കെ, സസ്യങ്ങളാണെങ്കിൽ കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. നോക്കാം, നമ്മൾ ആദ്യം നോക്കുന്നത് കടുവയുടെ വർഗീകരണ തലമാണ്. അപ്പൊ കടുവയുടെ വർഗീകരണ തലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം കിങ്ഡം. കടുവയുടെ കിങ്ഡം എന്ന് പറയുന്നത് അനിമേലിയ. എല്ലാ മൃഗങ്ങളും ഉൾപ്പെടുന്നതാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ബഹുകോശ ജീവികളാണ്.
യൂക്കാരിയോട്ടുകൾ വ്യക്തമായ മർമ്മമുള്ളവയാണ്, പരപോഷികളാണ്. അപ്പൊ കിങ്ഡം അനിമേലിയുടെ 3 പ്രോപ്പർട്ടീസ്: ബഹുകോശ ജീവികളായിരിക്കും, പരപോഷികളായിരിക്കും, പിന്നെന്താ അതേപോലെ തന്നെ ഇവന്മാർക്ക് വ്യക്തമായ മർമ്മമുണ്ട്, യൂക്കാരിയോട്ടുകളാണ്. ഇനി അത് കഴിഞ്ഞ് ഫൈലത്തിലേക്ക് പോകുമ്പോൾ ഫൈലം കോർഡേറ്റ, ഒരുപാട് ഫൈലം ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അടുത്ത സെഷൻ, അതായത് ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നത് 9ാം ക്ലാസ്സിൻ്റെ വർഗീകരണം എന്ന് പറഞ്ഞൊരു പാഠമാണ്. അതിൻ്റെ അടുത്ത സെഷനിൽ നമ്മൾ ആ ഫൈലത്തിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ അതിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കടുവയുടെ വരുന്നത് ഫൈലം കോർഡേറ്റ, അതായത് നട്ടെല്ലുള്ളവ അല്ലെങ്കിൽ കശേരുകികൾ. നട്ടെല്ലുള്ളവയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. നട്ടെല്ല് അല്ലെങ്കിൽ കശേരുക്കളുടെ സാന്നിധ്യമുള്ളവരാ കോർഡേറ്റയിൽ വരുന്നത്. ഇനി അടുത്ത് ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയ എന്ന് പറയുമ്പോൾ ഉഷ്ണരക്തമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കതിനെ ഹോമിയോതേംസ് എന്ന് പറയാം. ഉഷ്ണരക്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ശരീര താപനില അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് മാറ്റം വരാത്ത ജീവജാലങ്ങളെയാണ് നമ്മൾ ഉഷ്ണരക്ത ജീവികൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഹോമിയോതേംസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ്. അതായത് ശരീര താപനിലയ്ക്ക് അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് മാറ്റം വരാത്ത ജീവികളാണ് ഉഷ്ണരക്ത ജീവികൾ. അപ്പം നമ്മളൊക്കെ ഉഷ്ണരക്ത ജീവികളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മമേലിയയിൽ വരുന്ന സസ്തനികളാണ്, പിന്നെ അതുപോലെ ഉഷ്ണരക്തമുള്ളവയാണ്, ശരീരത്തിൽ രോമങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോൾ ബോഡിയിൽ ഹെയർ ഉണ്ട്. ആൻഡ് ആൾസോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണല്ലോ നമ്മളെ മമേലിയയുടെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിയേ. ഉഷ്ണരക്തമുള്ള ജീവികളാണ്, ശരീരം രോമങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവയെ പാൽ നൽകി പരിപാലിക്കുന്നവരാണ് മമേലിയ. അപ്പോൾ ഇത്രയും കോമൺ, നമുക്കും കോമൺ അല്ലേ? നമ്മളും കടുവയും കിങ്ഡം അനിമേലിയയില, നമ്മളും കടുവയും ഫൈലം കോർഡേറ്റയില, മനുഷ്യനും കടുവയും ക്ലാസ് മമേലിയയിലാണ് വരുന്നത്. ഈ 3 നമുക്ക് കോമണാണ്, മനുഷ്യനും കടുവയ്ക്കും കോമൺ ആയിട്ടുള്ള ഈ 3 പ്രോപ്പർട്ടീസ്. അടുത്തതിൽ 3 തൊട്ട് മാറും. നോക്കാം. അടുത്ത് ഓർഡർ കാർണിയോറ. നമ്മൾ വരുന്നത് ഓർഡർ പ്രൈമേറ്റയിലാണ്, എന്നാൽ കടുവ വരുന്നത് ഓർഡർ കാർണിയോറ. മാംസഭോജികൾ. അപ്പൊ ഇവര് മാംസഭുക്കുകളാ. വേട്ടയാടാനും മാംസം കഴിക്കാനും അനുയോജ്യമായ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ഉള്ളവരാ. വേട്ടയാടാനും മാംസം കഴിക്കാനും അനുയോജ്യമായ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ഉള്ളവരാണ് ഏതാ കാർണിയോറയിൽ വരുന്നത്. ഇനി അടുത്ത ഫാമിലി ഫെലിഡേ. ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരു ജീവി നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്, അതാണ് പൂച്ച അല്ലെങ്കിൽ ക്യാറ്റ് ഫാമിലിയെ നമ്മൾ പറയുന്ന പേരാണ് ഫെലിഡേ, ഫാമിലി ഫെലിഡേ. പിൻവലിക്കാവുന്ന നഖങ്ങളുണ്ട്, അതുപോലെ തന്നെ മികച്ച രാത്രി കാഴ്ച. പിൻവലിക്കാവുന്ന, അല്ലെങ്കിൽ പൂച്ച കണ്ടില്ല, നമ്മളിപ്പോൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അത് പെട്ടെന്ന് അതിൻ്റെ നഖം ഇങ്ങനെ പുറത്തേക്ക് എടുക്കും, തിരിച്ച് അതിനകത്തോട്ട് വലിക്കാനും പറ്റും. നമുക്കത് പറ്റൂല, നമുക്ക് വിരളാണ് പിൻവലിക്കുന്നത്. ഞാൻ പറഞ്ഞത് പൂച്ചയുടെ നഖത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് പൂച്ചയ്ക്ക് മാത്രമല്ല, അതുപോലെ തന്നെ കടുവയ്ക്കും. ഇപ്പോൾ കടുവയെല്ലാം ക്യാറ്റ് ഫാമിലിയുടെ ആൾക്കാരല്ലേ. ഓക്കെ, അപ്പോൾ ഫെലിഡേ, പിൻവലിക്കാവുന്ന നഖങ്ങളും രാത്രി കാഴ്ചയുമുള്ളവ. ദെൻ ജീനസ് പാന്തറ. പാന്തറ എന്ന് പറയുമ്പോൾ വലിയ പൂച്ചകളാ, ഗർജിക്കാനുള്ള കഴിവ്, അതുപോലെ വലുതും ശക്തവുമായ ശരീരഘടന. പാന്തറയിലേക്ക് പോകുമ്പോൾ എന്താ, ഗർജിക്കാനുള്ള കഴിവ്, അതേപോലെ തന്നെ വലുതും ശക്തവുമായ ശരീരഘടന. ഇനി അടുത്ത സ്പീഷ്യസ് പാന്ത ടൈഗ്രിസ്. ടൈഗ്രിസ് കടുവ. കറുത്ത വരകളും ഓറഞ്ച് രോമാവരണവും കരുത്തുറ്റ വലിയ ശരീരവുമുള്ളവ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കാം. അപ്പോൾ കടുവയുടെ വർഗീകരണമാണ് കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിയോറ, ഫാമിലി ഫെലിഡേ, ജീനസ് പാന്തറ, സ്പീഷ്യസ് ടൈഗ്രിസ്. അപ്പോൾ സയന്റിഫിക് നെയിം പാന്തറ ടൈഗ്രിസ്. ഓക്കെ, അടുത്ത നമുക്ക് ഇതേപോലെ തെങ്ങിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തെങ്ങിൻ്റെ വർഗീകരണ തലങ്ങൾ. കിങ്ഡം പ്ലാന്റേ, ബഹുകോശ യൂക്കാരിയോട്ടിക് ജീവികളാണ്, പക്ഷേ സസ്യങ്ങളായതുകൊണ്ട് സ്വപോഷികൾ. കിങ്ഡം പ്ലാന്റേ, തെങ്ങ് ഉൾപ്പെടുന്ന ഏതാ, കിങ്ഡം പ്ലാന്റേ. അപ്പോൾ ബഹുകോശ യൂക്കാരിയോട്ടിക് ജീവികളാണ്, അതേപോലെ തന്നെ സ്വപോഷികളുമാണ്. അടുത്ത ഡിവിഷൻ മാഗ്നോളിയോഫൈറ്റ അഥവാ സപുഷ്പികൾ. ഡിവിഷൻ ഏതിലാ വരുന്നത്? ഡിവിഷൻ പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയാ, ഈ ഫൈലം പോലെ സസ്യങ്ങളിൽ പറയുന്ന പേരാ ഡിവിഷൻ മാഗ്നോളിയോഫൈറ്റ, സപുഷ്പികൾ. പഴത്തിനുള്ളിൽ പൊതിഞ്ഞ വിത്തുകളുള്ളവ. സപുഷ്പികൾ അല്ലെങ്കിൽ പഴത്തിനുള്ളിൽ പൊതിഞ്ഞ വിത്തുകളുള്ളവ. അടുത്ത് ക്ലാസ് ലിലിയോപ്സിഡ എന്ന് പറഞ്ഞാൽ ഏകബീജപത്ര സസ്യങ്ങൾ. സമാന്തര സിരാവിന്യാസവും നാരുവേര് പടലവും ഒക്കെയുള്ള ഏകബീജ പത്രങ്ങളിൽ വരുന്ന ക്ലാസ് ലിലിയോപ്സിഡയിലാണ് ആര് വരുന്നത്, നമ്മുടെ തെങ്ങ് വരുന്നത്. അടുത്ത ഓർഡർ അരിക്കേൽസ് എന്ന് വെച്ചാൽ നീളമുള്ളതും അല്ലെങ്കിൽ കാഠിന്യമുള്ളതുമായ കാണ്ഡങ്ങളും. അരിക്കേൽസ് എന്ന് പറഞ്ഞാൽ നീളമുള്ളതും അതേപോലെ തന്നെ കാഠിന്യമുള്ളതുമായ കാണ്ഡങ്ങളുള്ളവ. അപ്പൊ തെങ്ങിന്റെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കിങ്ഡം പ്ലാന്റ്, ഡിവിഷൻ മാഗ്നോളിയോഫൈറ്റ, ക്ലാസ് ലിലിയോപ്സിഡ, ഓർഡർ അരിക്കേൽസ്. ഫാമിലി അരിക്കേസിയെ, വലിയ സംയുക്ത ഇലകൾ. തെങ്ങിന്റെ ഓലയില്ലേ, അതുപോലെ വലിയ സംയുക്ത ഇലകളും ശാഖകളില്ലാത്തവയും അതുപോലെ കാണ്ഡമുള്ളവയുമാണ് ഫാമിലി അരിക്കേസിയ. അപ്പൊ അരിക്കേസിയ എന്ന ഫാമിലി വരുന്നത് വലിയ സംയുക്ത ഇലകളുള്ള ശാഖകളില്ലാത്ത കാണ്ഡമുള്ളവ. കുട്ടികളെ,
എന്താ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളിത് കാണുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. ഇത് 8ാം ക്ലാസ്സിലെ പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പല വാക്കുകളും കേൾക്കുമ്പോൾ ഫെമിലിയർ അല്ലാത്ത പോലെ തോന്നും. ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അത് ശരിയാ. പക്ഷേ നമ്മളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ചോദ്യമായി വരുന്ന VFA എക്സാംസ്, അതുപോലെ തന്നെ LD എക്സാംസ്, 10th മെയിൻസ് എക്സാമിനൊക്കെ ഇത് അത്യാവശ്യം പ്രാധാന്യത്തോടുകൂടെ വായിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. റാങ്ക് മേക്കിംഗ് ആണ്, ആലോചിക്കുക കേട്ടോ. നമ്മൾ അത്തരം പാഠഭാഗങ്ങളായിരിക്കും ആദ്യം നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്ത് പോവുക. പിന്നീടായിരിക്കും നമ്മുടെ എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് വരിക. ഓക്കെ, നമുക്ക് പാടുള്ളത് ആദ്യം പഠിച്ചു മാറ്റാം. ശരി, അടുത്ത ജീനസ് കോക്കോസ്. വലുതും ഒറ്റ വിത്തുള്ളതുമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ജീനസ് ഏതാ? കോക്കോസ്. വലുതും ഒറ്റ വിത്തുള്ളതുമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സ്പീഷ്യസ് ന്യൂസിഫെറ. സ്പീഷ്യസ് ന്യൂസിഫെറ. കട്ടിയുള്ള പുറന്തോടും നാരുകളും കരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള എൻഡോസ്പേമുമുള്ള ഫലങ്ങൾ. അപ്പോൾ കട്ടിയുള്ള പുറത്തെങ്ങിൻ്റെ അറിയാലോ, തൊണ്ട്, അതുപോലെ തന്നെ ചകിരി, then അതുപോലെ ഉള്ളിൽ കാണുന്ന ഖരരൂപത്തിലും ദ്രവരൂപത്തിലും എൻഡോസ്പേം കാണും. എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ വിത്തിന് വളരാനായിട്ടുള്ള സ്റ്റോർഡ് ഫുഡിനെ പറയുന്ന പേരാണ് എന്ത്? എൻഡോസ്പേം. വിത്തിന് വളരാനായിട്ടുള്ള സ്റ്റോർഡ് ഫുഡിനെ പറയുന്ന പേരാണ് എൻഡോസ്പേം. അപ്പോൾ അങ്ങനത്തെ എൻഡോസ്പേം ഉള്ള ഫലങ്ങളെയാണ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ തെങ്ങ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫെറ. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത കോളനേഴ്സ് രൂപപ്പെടുത്തിയ വർഗീകരണ തലങ്ങൾ തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ വലിയ ഗ്രൂപ്പുകളായും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായും നമ്മൾ തരംതിരിച്ചാണ് എന്ത് ചെയ്യുക? പഠനത്തിന് വിധേയമാക്കുക. വർഗീകരണത്തെ നാം ചെയ്യുന്നത് കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ നമ്മൾ ടാക്സ എന്ന് പറയും. ഇപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ നമ്മൾ ടാക്സ എന്ന് പറയാം. കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ നമ്മൾ ടാക്സ എന്ന് പറയാം. ടാക്സ. ഓക്കെ, ഇനി അടുത്ത 5 കിങ്ഡം വർഗീകരണം. 5 കിങ്ഡം വർഗീകരണം എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, പാരമീസിയം, കൂൺ, ഈസ്റ്റ് എന്നീ ജീവജാലങ്ങളെ പ്ലാന്റ്, അനിമേലിയ എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് 5 കിങ്ഡം വർഗീകരണം വരുന്നത് കേട്ടോ. 5 കിങ്ഡം വർഗീകരണത്തെ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 5 കിങ്ഡം വർഗീകരണത്തിലെ 5 കിങ്ഡങ്ങൾ ആരൊക്കെയാ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 5 കിങ്ഡം വർഗീകരണം നടത്തിയത് റോബർട്ട് എച്ച് വിറ്റേക്കർ. 5 കിങ്ഡം വർഗീകരണം നടത്തിയത് ആരൊക്കെയാ? റോബർട്ട് എച്ച് വിറ്റേക്കർ. 5 കിങ്ഡം വർഗീകരണം നടത്തിയത് റോബർട്ട് എച്ച് വിറ്റേക്കർ. റോബർട്ട് എച്ച് വിറ്റേക്കർ. ഓക്കെ, ആദ്യം കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറയിലെ എല്ലാവരും പ്രോകാരിയോട്ടുകളാണ്. അതായത് അവർക്ക് വ്യക്തമായ മർമ്മമില്ലാത്ത ഏകകോശ ജീവികളാണ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. ഏറ്റവും പ്രാചീനമായ ജീവികൾ വരെ കിങ്ഡം മൊനീറയ്ക്കകത്ത് വരുന്ന ഭൂമിയിൽ ആദ്യം ഉണ്ടായത്. പരിണാമത്തിന്റെ പാഠം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായ ജീവജാലങ്ങൾ വരെ ഉൾപ്പെടുന്ന ഏതിലാണോ? നമ്മുടെ പ്രോകാരിയോട്ടുകളായിട്ടുള്ള വ്യക്തമായ മർമ്മമില്ലാത്തവർ കിങ്ഡം മൊനീറ. എക്സാമ്പിൾ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയകൾ ഉൾപ്പെടുന്നത് കിങ്ഡം മൊനീറയിലാണ്. സോ കിങ്ഡം മൊനീറ ഇസ് നോൺ ആസ് ബാക്ടീരിയൻ കിങ്ഡം. ഇനി അടുത്ത രണ്ടാമത്തെ ആള് കിങ്ഡം പ്രോട്ടിസ്റ്റ. മൊനീറ എന്നുള്ള ഏക വ്യത്യാസം യുവന്മാര് യൂക്കാരിയോട്ടുകളാണ്, പക്ഷെ ഏകകോശ ജീവികളാണ്. ഏകകോശ യൂക്കാരിയോട്ടുകൾ സ്വപോഷികളോ പരപോഷികളോ ആവാം. ഏകകോശ യൂക്കാരിയോട്ടുകളാ കിങ്ഡം പ്രോട്ടിസ്റ്റേ വരുന്നത്. ഇവര് സ്വപോഷികളോ അല്ലെങ്കിൽ പരപോഷികളോ ആവാം. ഇവയില് ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങൾ എന്നിവ ചലന ഉപാധികളാണ്. പ്രോട്ടിസ്റ്റയ്ക്ക് ചലിക്കാൻ കഴിയും. ചലന ഉപാധികളായിട്ട് ചിലപ്പോൾ ഫ്ലജല്ല ഉണ്ടാവും, നീളമുള്ള 1-2 വലിയ സംഭവം സൈറ്റോപ്ലാസ്മിക് ആയിട്ട്. രണ്ടാമത്തേത് സീലിയ ഉണ്ടാവും, ചെറിയ രോമങ്ങൾ പോലെ കാണുന്നവ. പിന്നെയുള്ളത് ഏതാ? സ്യൂഡോപോഡിയ. അമീബ പോലെയുള്ളവയിൽ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടവാദം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക? ചലിക്കുന്നത് കേട്ടോ. അടുത്ത് മൂന്നാമത്തെ ആള് കിങ്ഡം ഫഞ്ചൈ. മൃതഭോജികൾ അല്ലെങ്കിൽ ശവോപജീവികളായ യൂക്കാരിയോട്ടുകളാണ് കിങ്ഡം ഫഞ്ചൈ. ഇവയ്ക്ക് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. പൂപ്പൽ, ഈസ്റ്റ് എന്നിവ കിങ്ഡം ഫഞ്ചൈക്ക് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തയാളാണ് കിങ്ഡം പ്ലാന്റ്. പ്രകാശ സംശ്ലേഷണം വഴി സ്വയം ആഹാരം ഉണ്ടാക്കുന്ന ബഹുകോശ ജീവികളാണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി സ്വയം ആഹാരം ഉണ്ടാക്കുന്ന ബഹുകോശ ജീവികളാണ് ഏതി വരുന്നത്? കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. യൂക്കാരിയോട്ടുകൾ, പ്രാഥമിക ഉൽപാദകർ എന്നൊക്കെ പറയുന്നത് കിങ്ഡം പ്ലാന്റേനെയാണ്. നമ്മൾ സസ്യങ്ങളാണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. ഇലകളുണ്ട്, മണ്ണിലോ ജലത്തിലോ വളരും, വേരും കാണ്ഡവും ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെയാണ് ആഹാരത്തിനായിട്ട് ആശ്രയിക്കുന്നത്. സോ ഇവർ പ്രകൃതിയിലെ ഉൽപാദകരെന്നാണ് ആരറിയപ്പെടണേ? കിങ്ഡം പ്ലാന്റ് അറിയപ്പെടുന്നത്. അടുത്തയാള് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ ബഹുകോശ യൂക്കാരിയോട്ടുകളാണ് കിങ്ഡം അനിമേലിയ. പരപോഷികളാണ്. ചലന ഉപാധികളും നിയതമായ ഗ്രാഹികളും ഒക്കെ ഇവർക്കുണ്ട്. നമ്മൾ അനിമൽസാ എല്ലാവരും. സ്പോഞ്ചുകൾ പോലെ ലളിതഘടനയുള്ളവ മുതൽ സങ്കീർണ ഘടനയുള്ള മനുഷ്യൻ വരെ ഉൾപ്പെടുന്നത് കിങ്ഡം അനിമേലിയയിലാണ്. മൃഗങ്ങൾ എല്ലാവരും വരുന്നത് കിങ്ഡം അനിമേലിയ. സമുദ്രത്തിലുള്ളതായാലും നമ്മുടെ കരയിലുള്ളതായാലും. ക്ലിയർ ആയോ? അപ്പോൾ 5 കിങ്ഡം ഏതാ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. വ്യക്തമായ മർമ്മമില്ലാത്ത ഏകകോശ ജീവികൾ മൊനീറ. വ്യക്തമായ മർമ്മമുള്ള ഏകകോശ ജീവി പ്രോട്ടിസ്റ്റ.
മൃതഭോജികളായ ഫംഗസുകൾ ഉൾപ്പെടുന്നത് കിങ്ഡം ഫഞ്ചൈ, എന്നാൽ സസ്യങ്ങൾ ഉൾപ്പെടുന്നത് കിങ്ഡം പ്ലാന്റ്, ജന്തുക്കൾ കിങ്ഡം അനിമേലിയ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൽ ഒരു പാഠഭാഗം ചർച്ച ചെയ്തു. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്, ഇത് നമ്മൾ പറഞ്ഞ ഓരോ കിങ്ഡവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അത് സംഭവം നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 9ാം ക്ലാസ്സിൻ്റെ ഒരു പാഠഭാഗം കൂടെ ചേർത്തുകൊണ്ട് ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കണ്ടിന്യൂവേഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സസ് നിങ്ങൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇത് SCRT പാഠഭാഗം എത്രത്തോളം ഒരു PSC എക്സാമിന് ആവശ്യമുള്ളതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ ക്ലാസ് ഫോളോ ചെയ്യുക. നിങ്ങളെ സജഷൻസും നിർദ്ദേശങ്ങളും അറിയിക്കുക. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പുതിയ LP UP അതുപോലെ തന്നെ LDC ബാച്ചസ് അഡ്മിഷൻ ASAPൽ ഓൺലൈനായിട്ടും അതുപോലെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ റിസൾട്ടുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നാളെ നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറുക. എല്ലാ ആശംസകളും. നന്നായി പഠിക്കുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും അറിയിക്കുക കേട്ടോ. താങ്ക് യു ഓൾ.